തേർഡ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് ഫ്രീക്വൻസി ടേബിൾ വരെയായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി ടേബിൾസ് ആണ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഡാറ്റകൾ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണമാണ് ഈ താഴെ എഴുതിയിരിക്കുന്ന ഡാറ്റ എന്ന് സങ്കല്പിക്കും. 5, 6, 6, 6, 5 എന്ന് തുടങ്ങുന്ന കുറേ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നോക്കിയ ഫാമിലിയിൽ ഉള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണമാണ് 5 എന്നുള്ളത്. രണ്ടാമത്തെ ഫാമിലിയിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം 6. അങ്ങനെ കുറേ ഫാമിലീസ് ഉണ്ട് ഇവിടെ. അതിൽ ഓരോ ഫാമിലീസിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണമാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്പേഴ്സ് കാണുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്താണ് ഇത് ഈ ഡാറ്റയിലുള്ള അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന കാര്യം, കണ്ടന്റ് എന്താണ്, എത്ര ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഫാമിലീസ് ആണ് കൂടുതൽ കുറവ് എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ ഡാറ്റയെ ഈ ഡാറ്റ നമ്മൾ റോ ഡാറ്റ എന്നാ പറയും, പരന്നു കിടക്കുന്ന ഡാറ്റ. ഈ ഡാറ്റയെ നമ്മൾ ഒരു ടേബിൾ ഫോമിൽ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഈ ടേബിളിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ, ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. ഫ്രീക്വൻസി ടേബിൾ. അപ്പൊ ഈ ഫ്രീക്വൻസി ടേബിൾ ഇതൊരു ഫ്രീക്വൻസി ടേബിൾ ആണ്. അതുപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ ആണ് ഫ്രീക്വൻസി ടേബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ടേബിളിൽ 2 ഹെഡിങ് ആണ്. നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം. അപ്പൊ നമ്മൾ ഇതിലൊക്കെ നോക്കുക, റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 2, 3, 4. അപ്പൊ 2, 3, 4, 5, 6 എന്നുള്ള നമ്പേഴ്സ് തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ആ നമ്പേഴ്സ് ഒക്കെ ഇവിടെ നിരത്തി എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓരോന്നും, അതായത് 2 മെമ്പേഴ്സ് ഉള്ള ഫാമിലികൾ എത്ര എണ്ണം ഉണ്ട്, ഇതിലെല്ലാം കൂടെ നോക്കുമ്പോൾ 4 എണ്ണം എന്നാണ്. അത് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ തൽക്കാലം നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ 2 മെമ്പേഴ്സ് ഉള്ള ഫാമിലി എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം. അതുപോലെ 3 മെമ്പേഴ്സ് ഉള്ള ഫാമിലി 6 എണ്ണം. ഈ രീതിയിൽ നമ്മളൊരു ടേബിൾ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. അപ്പൊ ഈ ഡാറ്റ എഴുതിയത് ഇത്രയേ ഉള്ളൂ. ഈ പരന്നു കിടക്കുന്ന ഡാറ്റയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ടേബിളിന്റെ ഫോമിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ആ ടേബിളിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയാം. ഫ്രീക്വൻസി ടേബിളിന്റെ മലയാളത്തിലുള്ള പേര് ആവർത്തന പട്ടിക എന്നാണ്. അപ്പൊ 2 എന്നുള്ളത് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു അതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ആവർത്തിക്കുക. 2 എന്നുള്ളത് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു, 4 പ്രാവശ്യം. അതായത് 2 അംഗങ്ങളുള്ള എത്ര ഫാമിലീസ് ഉണ്ട്, നമ്പർ ഓഫ് ഫാമിലീസ് എത്ര ഉണ്ട്, 4. ഈ രീതിയിൽ ഓരോ നമ്പേഴ്സും എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ ആവർത്തന പട്ടിക അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. ഈ ഫ്രീക്വൻസി ടേബിൾ ഈ രീതിയിലും പ്രസന്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു ടേബിൾ കൂടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. രണ്ടാമത്തെ കോളത്തിലെ രണ്ടിലും നമ്പേഴ്സ് തന്നെയാണ്, ഫ്രീക്വൻസി തന്നെയാണ്. ഹെഡിങ് ഒക്കെ നോക്കണം, ശ്രദ്ധിക്കണം. ഒരു ടേബിളിന്റെ ഹെഡിങ് ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട് ടേബിളിൽ രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ടേബിൾ ആകുമ്പോൾ ഫ്രീക്വൻസിയാണ്. ഫസ്റ്റ് കോളത്തില് ഇതിലാണെങ്കിൽ നമ്പേഴ്സ് തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു ഇന്റർവെൽ ടൈപ്പ് ആണ്. 50 to 60, 60 to 70, 70 to 80 എന്നുള്ള രീതിയിലാണ്. ഈ ടേബിള് കുറച്ച് നമ്മളൊന്നുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ വെയിറ്റ് ആണ്. 50 to 60, 50ക്കും 60ന്റെയും ഇടയിൽ വെയിറ്റ് ഉള്ള ആൾക്കാരുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം എന്നാണ് ആ ടേബിളിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ 60 കിലോഗ്രാമിനും 70 കിലോഗ്രാമിനും ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം 12. അപ്പൊ 2 രീതിയിലും നമുക്ക് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാം. ഇത് കറക്റ്റ് എക്സാക്ട് മെഷർമെന്റ് 4. ഇതാണെങ്കിൽ 50നും 60നും ഇടയ്ക്ക്. ആ എക്സാക്ട് മെഷർമെന്റ് നമുക്കറിയില്ല. 50 to 60 വെയിറ്റിന്റെ ഇടയിലുള്ള 7 പേരുണ്ട്. അപ്പൊ രണ്ടും എന്ത് തന്നെയാണ്, ഫ്രീക്വൻസി ടേബിൾ തന്നെയാണ്. പക്ഷെ ഈ രീതിയിൽ എക്സാക്ട് മെഷർമെന്റോട് കൂടിയിട്ട് ഒരു ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും.
എക്സാക്ട് മെഷർമെന്റ് 2 എന്നുള്ളത് 4 പ്രാവശ്യം ആവർത്തിക്കുന്നു, 3 എന്നുള്ളത് 6 പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ കറക്റ്റ് എക്സാക്ട് മെഷർമെന്റിന് നേർക്കാണ് നമ്മുടെ ഫ്രീക്വൻസി ഉള്ളതെങ്കിൽ ആ ഫ്രീക്വൻസി ടേബിളിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞു? ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. അതേസമയം ഈ രീതിയിൽ ക്ലാസ് ഇന്റർവെല്ലാണ്, ക്ലാസ് ഇന്റർവെൽ എന്നാണ് ഇതിനെ പറയുക. ഈ ഇന്റർവെൽ ടൈപ്പിലുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ ഇതിനെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള പേരും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയാ. ഫ്രീക്വൻസി ടേബിൾ രണ്ട് തരത്തിലുണ്ട്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിളും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളും. ഡിസ്ക്രീറ്റിലാണെങ്കിൽ ആ എക്സാക്ട് മെഷർമെന്റ്സ് അല്ലെങ്കിൽ എക്സ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളിലാണെങ്കിൽ ഇന്റർവെൽ ടൈപ്പ്, ക്ലാസ് ഇന്റർവെൽ ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 48-ലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കി നോക്കുകയാണ്. The number of family members of 60 students in a class is simply listed below. പിന്നീട് അവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റിജർ സീരീസ് ഓർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോൾ കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റും. The number of family members of 60 students in a class is simply listed below. Construct a frequency table എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആ ക്വസ്റ്റിനെ മാറ്റാം. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഡാറ്റാസ് മുഴുവനായിട്ട് നമ്മൾ എഴുതിയെടുക്കുക. 4, 3, 3, 2, 3, 5, 7 അങ്ങനെ തുടങ്ങുന്ന ഒരു 60 ഡാറ്റാസ് ആണ് അല്ലെ. ആ 60 ഡാറ്റാസ് ആദ്യം ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കണം. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ആണ് ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പൊ ഈ തരത്തിലുള്ള ചോദ്യം എങ്ങനെയാണ് തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോയിന്റ് ഒന്നുമില്ല, കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. 4 കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3 അങ്ങനെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ചോദ്യം നോക്കുക, നമ്മൾ ആദ്യം നന്നായി വിലയിരുത്തുക. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ആയിരിക്കും നന്നാവുക. ഇനി അതല്ല കണ്ടിന്യൂസ് തയ്യാറാക്കിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും ആദ്യം നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാൻ പഠിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഡാറ്റ നന്നായി നോക്കുക, ഏതെല്ലാം നമ്പേഴ്സ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് നോക്കുക. 1 ഇതിലില്ല, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6 ഉണ്ട്, 7 ഉണ്ട്, 8, 9, 10, 11. അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഇല്ല. 12 മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ളത് ഇല്ല. അപ്പൊ 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സ് ആണ് അതിന്റെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള ഒരു ടേബിൾ ആദ്യം തയ്യാറാക്കുന്നു. 3 കോളമുള്ള ടേബിൾ ആണ്. നേരത്തെ കണ്ട എക്സാമ്പിളിൽ നിന്ന് വ്യത്യാസമായിട്ട് 3 കോളം ഉണ്ട് ഈ ടേബിളിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഫ്രീക്വൻസി ടേബിൾ. ആദ്യത്തേതിൽ നമ്മൾ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കോളത്തില് നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് എന്ന് എഴുതി, എന്നിട്ട് നമ്മൾ അതിൽ കണ്ട നമ്പേഴ്സ് മുഴുവൻ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 1 ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് 2 മുതൽ ഏതുവരെയുള്ള നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ അതിൽ കണ്ടത്? 11 വരെയുള്ള നമ്പേഴ്സ് ആയിരുന്നു. അത് അത്രയും നമ്മൾ നിരത്തി എഴുതി. ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നമ്പേഴ്സ് മുഴുവനായിട്ട് ഫസ്റ്റ് കോളത്തിൽ നിരത്തി എഴുതും. അതിനുശേഷം ഓരോ ഡാറ്റ ക്വസ്റ്റ്യൻ നോക്കി 1 by 1 ആയിട്ട് നമ്മൾ നോക്കുക. ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഏതാണ്? 4 എന്നാണ്. അപ്പോൾ 4ന് നേർക്ക് ഒരു ടാലി മാർക്ക് വരയ്ക്കണം. രണ്ടാമത്തെ ഒബ്സർവേഷൻ 3, 3ന് നേർക്കായിട്ട് ഒരു ടാലി മാർക്ക് വരച്ചു. മൂന്നാമത്തെ ഒബ്സർവേഷൻ വീണ്ടും 3 തന്നെയാണ്. 3 നേർക്കായിട്ട് രണ്ടാമത്തെ ടാലി മാർക്ക്. നാലാമത്തെ ഒബ്സർവേഷൻ 2. അങ്ങനെ ഓരോ ഒബ്സർവേഷൻ ആയിട്ട് നമ്മൾ നോക്കുന്നു, അതിന് നേർക്കായിട്ട് ടാലി മാർക്ക് കൊടുക്കുന്നു. അടുത്തത് 3, അടുത്തത് 4, അടുത്ത ഒബ്സർവേഷൻ 5, അടുത്ത ഒബ്സർവേഷൻ 7, അടുത്തത് 10,
അടുത്തത് 6, അടുത്തത് 3, 9, 6, വീണ്ടും 3. അപ്പൊ ഇനി ഉള്ള 3 എന്നുള്ളത് നമുക്ക് അഞ്ചാമത്തെയാണ്. അഞ്ചാമത്തെ ആകുമ്പോൾ നമ്മൾ എണ്ണാനുള്ള ടാലി മാർക്സ് എണ്ണാനുള്ള സൗകര്യത്തിന് ഈ 4 ക്ലോസ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ് കണ്ടു കഴിഞ്ഞാൽ 5 നമുക്ക് തിരിച്ചറിയാലോ. അപ്പൊ നമ്മൾ ആ 3 ഈ രീതിയിൽ മാർക്ക് ചെയ്യും. അടുത്തത് 4, അടുത്തത് 3 പ്രാവശ്യം 5 ഉണ്ട്. 1, 2, 3. അടുത്തത് 8, 7. ഈ രീതിയിൽ എല്ലാ ഒബ്സർവേഷനും കഴിയുന്നത് വരെയും നമ്മൾ 1 by 1 ആയിട്ട് ടാലി മാർക്ക് വരച്ചുകൊണ്ടിരിക്കും. അടുത്ത ഒബ്സർവേഷൻസ് 8, 6, 9, ഇനി 7, 2, 7, 6, 5, ക്ലോസ് ചെയ്തു, 11, 4, 4, 4, 4, 3, 5, 6, 6, 6, 6. അടുത്തത് 7, 6, 5, 7, 6, 4, 5, 6, 10, 8, 6, രണ്ടാമത്തെ ക്ലോസ്, 5, 4, 5, 6, 4, 5, 5, 6, 5, 4, 6, 7, 5, 8. ഇപ്പോൾ എല്ലാ ഒബ്സർവേഷനും നമ്മൾ ടാലി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇടയിൽ ഏതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോട്ടൽ എടുക്കുമ്പോൾ അറിയാം. എന്താണെങ്കിലും ടാലി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടാലി മാർക്ക് ടോട്ടൽ ചെയ്ത് എഴുതും. ഇവിടെ 2 ഉള്ളൂ, 2, ഇവിടെ 5 + 1 6. ഈ രീതിയിൽ എണ്ണേണ്ട സൗകര്യത്തിനാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. ഇവിടെ 5 + 4 9, 10, 14, 10 + 3 13, 7, 4, 2, 2, 1. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ടോട്ടൽ എന്നുള്ളൊരു കോളം ഉണ്ട്. അതായത് ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 + 6 + 9 + 14 + 13 + 7 + 4 + 2 + 1 എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 60 എന്ന് കിട്ടും. ചെയ്ത് നോക്കിക്കോളൂ, അത് 60 എന്ന് തന്നെയാണ് കിട്ടും. അതായത് നമുക്ക് നേരത്തെ തന്ന ഡാറ്റയിൽ 60 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. ആ 60 ഒബ്സർവേഷൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടുക. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു ഒബ്സർവേഷൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അതൊന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ ഒരു ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാം നമുക്ക്. ഈ ഫ്രീക്വൻസി ടേബിളിനെ പറയുന്ന പേര് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 51 ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത്. എക്സാമ്പിൾ 3.2. The marks obtained by 50 students in an examination with a maximum score 100 are given below. Construct a frequency table to the data. എന്നിട്ട് താഴെ ഡാറ്റ തന്നിട്ടുണ്ട്. 32, 45, 67, 44, 25, 53 അങ്ങനെ തുടങ്ങുന്ന ഒരു ഡാറ്റ. 50 കുട്ടികളുടെയാണ്. അപ്പൊ 50 ഒബ്സർവേഷൻസ് ആണ് അവിടെ ഉണ്ടാവും. 50 ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ 50 നമ്പേഴ്സ് അവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 100-ലാണല്ലോ മാർക്ക്. അപ്പൊ മാർക്കിന്റെ ഓരോ മാർക്ക് തന്നെ നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മാർക്കുകൾ കുറവാണ്. അപ്പൊ 32 എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 32 എന്നുള്ള ഡാറ്റ നമുക്ക് വേറെ കാണാനില്ല അല്ലെ. അതുപോലെ അടുത്തത് 45 ആണ്. പിന്നീട് 45 ഇല്ല, ആ ഡാറ്റയിൽ ഇല്ല. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കുറവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല, ഒരേ നമ്പേഴ്സ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ തരത്തിലൊരു ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കലാണ് ഈസി ആവുക. അതല്ലെങ്കിൽ എല്ലാ നമ്പേഴ്സും നമ്മൾ എഴുതി എല്ലാത്തിന്റെ നേർക്കും ഓരോ ടാലി മാർക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ഏത് അവസരത്തിൽ ഉപയോഗിക്കുന്നു, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ഏത് അവസരത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ്. ഒരേ നമ്പേഴ്സ് തന്നെ വീണ്ടും വീണ്ടും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിളും, അതങ്ങനെ റിപ്പീറ്റ് ചെയ്തൊന്നും വരുന്നില്ല, ഇങ്ങനെ പലതരത്തിലായിട്ടുള്ള നമ്പേഴ്സ് ആണ്, അതല്ല എന്നുണ്ടെങ്കിൽ പോയിന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളും ആണ് പ്രിഫർ ചെയ്യുക. അപ്പൊ തൽക്കാലം നമ്മൾ ഈ ക്വസ്റ്റിന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ രീതിയിൽ നമുക്ക് 3 കോളത്തിൽ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ക്ലാസ് ഇന്റർവെൽസ് തയ്യാറാക്കും. ഞാനിവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് പറയാം. അപ്പോൾ ഇത് മാർക്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹെഡിങ് മാർക്ക് എന്ന് കൊടുത്തു. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളം എപ്പോഴും ടാലി മാർക്കും ഫ്രീക്വൻസി തന്നെ ആയിക്കോട്ടെ, അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ കൊടുക്കാം നമുക്ക് ഫ്രീക്വൻസിയുടെ കൂടെ, എന്താണെങ്കിലും കോമൺ ഹെഡിങ് ആയിട്ട് നമുക്ക് ഫ്രീക്വൻസി എന്ന് തന്നെ ഇടാം. അപ്പോൾ ഈ മാർക്കില് നമ്മൾ ക്ലാസ് ഇന്റർവെൽസ് കൊടുക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതില് മിനിമം മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഇതില് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ഒന്നുകൂടെ വരുമ്പോൾ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 12 ആണ് അല്ലെ. 22 12 മാർക്കാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതൊരു ക്ലാസ് ഇന്റർവെൽ ആണെങ്കിൽ 10 to 19 എന്നുള്ളത് ഒരു ക്ലാസ് ഇന്റർവെൽ ആണെങ്കിൽ ഇതിൽ 10 എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റ്, 19 എന്ന് പറയുന്നതാണ് അപ്പർ ലിമിറ്റ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ മിനിമം വാല്യൂ ആയ 12-നേക്കാൾ താഴെ ആയിരിക്കണം അല്ലെ. അതെ, എന്നാലല്ലേ 12 എന്നുള്ള ഒബ്സർവേഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ 12-നേക്കാൾ താഴെ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം ഫസ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് എത്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? 10-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 10 to, പിന്നെ നമുക്ക് ക്ലാസ് ഇന്റർവെൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. 10 to 15, 15 to 20, 20 to 25, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10 to 19, 10 to 19. അടുത്ത ക്ലാസ് 20 to 29 ഈ രീതിയിലാണ്. അതായത് 10 മാർക്ക് മുതൽ 19 മാർക്ക് വരെയുള്ള കുട്ടികളെ നമ്മൾ ഇതിന് നേർക്കായിട്ടാണ് ടാലി മാർക്ക് ചെയ്യുക. ഇനി 20 മാർക്ക് ആണെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിന് നേർക്കായിട്ട് ടാലി മാർക്ക് ചെയ്യും. ഏതുവരെ? 29 വരെ. ആ അർത്ഥത്തിൽ നമ്മൾ ക്ലാസ് ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്തു. ഏതുവരെ വേണം എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ഡാറ്റ നോക്കുന്നു, നമ്മുടെ ഡാറ്റയിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 72 ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ 78 വരെ ഉണ്ട്. 78 വരെ ഉണ്ട്. അപ്പൊ 78-നേക്കാൾ വലിയ ഒരു നമ്പർ ആയിരിക്കണം നമ്മുടെ ലാസ്റ്റ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഹയസ്റ്റ് വാല്യൂവിനേക്കാൾ വലുതായിരിക്കണം. അപ്പൊ നമുക്കിവിടെ ഹയസ്റ്റ് വാല്യൂ 78 ആണ്. അപ്പൊ നമ്മൾ 79 വരെ എടുക്കും. ഇനി അഥവാ 80 ആയിരുന്നുവെങ്കിലോ? 80 ആയിരുന്നുവെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സും കൂടെ എഴുതണമായിരുന്നു, 80 to 89. അപ്പോഴല്ലേ 80-ക്കായിട്ട് നമുക്ക് നേരത്തെ ടാലി മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി നോക്കിയിട്ട് ഒരു ക്ലാസ് ഇന്റർവെൽ ആദ്യം തയ്യാറാക്കും.
ക്ലാസ് ഇന്റർവെൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ബാക്കി പ്രോസസ് ഒക്കെ സെയിം, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെയാണ്. ആദ്യത്തെ ഒബ്സർവേഷൻ വായിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഏതാണ്? 32 എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ് ഇന്റർവെല്ലിന് നേർക്കാവും വരിക? 32 മാർക്ക് എന്ന് പറയുന്നത് 38 39 ഇടയിലാണല്ലോ. അപ്പൊ അതിന് നേർക്കായിട്ട് നമ്മൾ ഒരു ടാലി മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഒബ്സർവേഷൻ 45. 45 എന്നുള്ളത് ഏത് ക്ലാസ്സിലാവും വരിക എന്ന് നോക്കും. 45 40ക്കും 49നും ഇടയിലാണ്. അപ്പോൾ അതിന് നേർക്കായിട്ട് നമ്മൾ അടുത്ത ടാലി മാർക്ക്. പിന്നെ ആ രീതിയിൽ ഓരോ ഒബ്സർവേഷനും അടുത്തത് 67 ആണ്, പിന്നെ 44. ഈ രീതിയിൽ ഓരോ ഒബ്സർവേഷനും വായിച്ച് അതിന് നേർക്ക് ടാലി മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഇവിടെ ഞാൻ വീഡിയോ ലെങ്തി ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒബ്സർവേഷൻസും 1 by 1 ആയി റീഡ് ചെയ്ത് ഓരോന്നിന്റെയും ടാലി മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ടാലി മാർക്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ഒബ്സർവേഷനായ 58 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാലി മാർക്സ് ആഡ് ചെയ്ത് എഴുതണം. നമ്മുടെ ടോട്ടൽ എന്നുള്ള കോളം നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് എത്ര കിട്ടണം, എത്ര ഒബ്സർവേഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 50 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 50 എന്ന് തന്നെ കിട്ടണം. അപ്പൊ അത് ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ആണല്ലോ, അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഫ്രീക്വൻസി തന്നെയാണ്. അപ്പൊ ഫ്രീക്വൻസി എഴുതണം. ടാലി മാർക്ക് മാത്രം ഉണ്ടായ പോലെ ഫ്രീക്വൻസി എഴുതിയിരിക്കണം. ഓരോ ടാലി മാർക്കും എണ്ണി ഇവിടെ 11 എണ്ണാൻ നമുക്ക് വളരെ ഈസി ആണല്ലോ. ഇങ്ങനെ 5 ആയിട്ട് എഴുതി കഴിയുമ്പോൾ 8 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 5 8 8 7 15 16 10 26 28 38 46 4 50. നമ്മൾ എയിം ചെയ്തത് 50 തന്നെയാണ്. അപ്പൊ അത് തന്നെ നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഒറ്റ ഒബ്സർവേഷനും വിട്ടുപോയിട്ടില്ല. അപ്പൊ ഈ രീതിയിലും നമുക്ക് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാം. ഇതിന് എന്ത് പേരായിരുന്നു പറഞ്ഞത്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയാം ഇതിന്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളിനെ കുറിച്ച് നമ്മളിപ്പോ അതെങ്ങനെയാ തയ്യാറാക്കാന്ന് മനസ്സിലാക്കിയല്ലോ. ക്ലാസ്, ടാലി മാർക്ക്, ഫ്രീക്വൻസി. അപ്പൊ അതിലെ ക്ലാസ് എന്ന് പറയുന്ന ആദ്യത്തെ ആ കോളം നമ്മൾ നേരത്തെ ഉണ്ടാക്കി അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ അതിന്റെ ഒരു കുറച്ച് ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ക്ലാസ്, ടാലി മാർക്ക് ഒഴിവാക്കി ഫ്രീക്വൻസി. അപ്പൊ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളിനെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളിനെ രണ്ടാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് ഇൻക്ലൂസീവ് ക്ലാസ്സസ്, ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ രണ്ടാക്കി തിരിക്കുന്നതിൽ ഒരെണ്ണം ഇൻക്ലൂസീവ് ക്ലാസ് എന്നും രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഏതിനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്നും ഏതിനെയാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നും പറയും. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ക്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 to 19, 10 മുതൽ 19 വരെ. അതിനുശേഷം 20 മുതൽ 29, 10 മുതൽ 19, 28 29, 38 39 ആ രീതിയിലാണ് ഈ ക്ലാസ്സസ് വരുന്നത്. എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്ന ഒബ്സർവേഷനും 19 എന്ന് പറയുന്ന ഒബ്സർവേഷനും 10 മുതൽ 19 വരെയുള്ളത് ഈ ക്ലാസ്സിലായിരുന്നു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് അല്ലെ. അതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ മാർക്ക് ചെയ്യുന്നത് ഏത് മുതലാണ്? 20 മുതൽ 29 വരെ. ചുരുക്കി പറയുമ്പോൾ ഒരു ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതേ ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ടാലി മാർക്ക് മാർക്ക് ചെയ്യുന്നത്, ഫ്രീക്വൻസി ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോ ഇൻക്ലൂസീവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, ഇൻക്ലൂസീവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ക്ലാസ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയുക? ഇൻക്ലൂസീവ് ക്ലാസ്സസ് എന്ന് പറയും. പേര് മാച്ചിങ് ആണ്. ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ്സസ്. അപ്പൊ പിന്നെ ഏതായിരിക്കും എക്സ്ക്ലൂസീവ് ക്ലാസ്? എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ, അതായത് ഇവിടെ 10 to 20, 20 to 30. അപ്പൊ ഈ 20 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലാണോ മാർക്ക് ചെയ്യുക അതോ രണ്ടാമത്തെ ക്ലാസ്സിലാണോ മാർക്ക് ചെയ്യുക? നമുക്ക് ഒരു സംശയമാണ് ഈ രീതിയിൽ ക്ലാസ് ഇന്റർവെൽസ് എഴുതിയാൽ. അപ്പൊ ഇഷ്ടംപോലെ കാണാറുള്ളതാണ്. ഈ രീതിയിലുള്ള ക്ലാസ് ഇന്റർവെൽസ് ആവും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക അല്ലെ. 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ അവിടെയുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. 20 എന്ന് മാർക്ക് കിട്ടിയ ഒരു കുട്ടി, അത് ഈ ക്ലാസ്സിലാണോ ആ കുട്ടിയെ രേഖപ്പെടുത്തേണ്ടത്, ഈ ക്ലാസ്സിലാണോ രേഖപ്പെടുത്തേണ്ടത്? അപ്പൊ അതിനൊരു കോമൺ റൂൾ ഉണ്ട്.
ഈ രീതിയിലാണ് ക്ലാസ്സസ് എങ്കിൽ, അതായത് 10 to 20, 20 to 30, 30 to 40 എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് എങ്കിൽ, അതായത് ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്. അവിടെ മാറ്റൂല. ഇവിടെ ആയിരുന്നെങ്കിൽ 19, 20 ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷെ അതില്ല, രണ്ടും സെയിം നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സിന്റെയും അപ്പർ ലിമിറ്റിനെ ആ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാല് 20 എന്നുള്ള ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിലല്ല നമ്മൾ ടാലി മാർക്ക് ഇടുക. ഏത് ക്ലാസ്സിലായിരിക്കും? രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും. 20 എന്നുള്ള അപ്പർ ലിമിറ്റിനെ ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു, ഒഴിവാക്കി. അപ്പൊ അതിനെ ഏതിലാ ഉൾപ്പെടുത്തുക? രണ്ടാമത് തൊട്ടടുത്തുള്ള ക്ലാസ്സിൽ 20 to 30യിലാണ് 20 ഉൾപ്പെടുത്തുക. അപ്പൊ 30 എന്നുള്ള ഒബ്സർവേഷനോ? 30 എന്നുള്ള ഒബ്സർവേഷൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടില്ല. ഈ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത 30 to 40 എന്നുള്ള ക്ലാസ്സിലാണ്. അപ്പൊ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിന്റെയും അപ്പർ ലിമിറ്റിനെ ആ ക്ലാസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സസിനെയാണ് എന്തെന്ന് പേര് പറയാ? എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്ന് പറയും. അപ്പൊ ക്ലാസ്സസിന്റെ ബേസിൽ നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ്സസ് എന്നും എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്നും രണ്ടായിട്ട് ഇതിനെ തരംതിരിക്കാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും അതാത് ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ഇൻക്ലൂസീവ് ക്ലാസ്സസ് എന്നും, അതല്ല അപ്പർ ലിമിറ്റ് അതാത് ക്ലാസ്സിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നും പറയാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഫോർമുലയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അത്രയേ ഉള്ളൂ. റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി കാണാനായിട്ട് ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ തരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ തരും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച നമ്മളുടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ തന്നെയാണ്. ഫാമിലി മെമ്പേഴ്സിന്റെ ഫ്രീക്വൻസി ഉണ്ട്. ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റീവ് ഫ്രീക്വൻസി കാണാനായിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതിയെടുക്കുന്നു. മൂന്നാമതൊരു കോളം തയ്യാറാക്കുന്നു, റിലേറ്റീവ് ഫ്രീക്വൻസി. മൂന്നാമത്തെ കോളത്തിന് ഹെഡിങ് എന്ത് കൊടുക്കുന്നു? റിലേറ്റീവ് ഫ്രീക്വൻസി. ഹെഡിങ് ഇമ്പോർട്ടന്റ് ആണ്, ഹെഡിങ് കൊടുത്തിരിക്കണം. ഈക്വൽ ടു F/N എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോർമുല എഴുതുമല്ലോ, ആ ഫോർമുല അവിടെ എഴുതി എന്നുള്ളതിന് തുല്യമായിട്ടാണ് വരിക. ഹെഡിങ്ങിൽ തന്നെ റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആണല്ലോ നമ്മുടെ ഫോർമുല. ആ ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് എന്നും ടോട്ടൽ ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ എ. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ആ നമ്പർ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ നമ്പർ സെയിം ആണോ നമുക്ക് നോക്കിയല്ലോ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി. ഈ ഓരോ ഫ്രീക്വൻസി 2 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഫ്രീക്വൻസി 2 തന്നെയാണ്. 3 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഫ്രീക്വൻസി 6 ആണ്. 4ന്റെ ഫ്രീക്വൻസി 9. അതായത് 4 എത്ര പ്രാവശ്യം ആവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Fn ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു F/N എന്ന് എഴുതി. ഇനി ഓരോ സെല്ലിലെയും റിലേറ്റീവ് ഫ്രീക്വൻസി കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടത്തെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടത്തെ ഈ സെല്ലിലുള്ള, അതായത് 2 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 60. ടോട്ടൽ ഫ്രീക്വൻസി 60 ആണല്ലോ, ഇവിടുത്തെ ഫ്രീക്വൻസി 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 60 എത്രയാണോ കിട്ടുക, കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അലൗഡ് ആണ്. കാൽക്കുലേറ്ററിൽ 2/60 കണ്ടുപിടിക്കുക, ആ ആൻസർ എഴുതുക. ഇവിടെ ടെക്സ്റ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.03 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 0.03. ഈ രീതിയിൽ ഓരോ റിലേറ്റീവ് ഫ്രീക്വൻസി കാണും. ഇനി അടുത്തതാണെങ്കിലോ രണ്ടാമത്തെ 3യുടെ റിലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ 3യുടെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 6 ഡിവൈഡഡ് ബൈ 60. 6 ഡിവൈഡഡ് ബൈ 60 ഈക്വൽ ടു 0.01 ആയിരിക്കും വരിക. 1/10 അല്ലേ വരിക. 0.01 അല്ല 0.1. 0.1. ഓക്കെ, ഇനി 4ന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 4ന്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 9/60. 9/60. അടുത്തതാണെങ്കിൽ 14/60 ഡിവൈഡഡ് ബൈ 60. അടുത്തത് 13 ഡിവൈഡഡ് ബൈ 60. ഈ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്യാം. 7 ഡിവൈഡഡ് ബൈ 60.
4 divided by 60, 2 divided by 60, again 2 divided by 60, 1 by 60. ഇതിന്റെ എല്ലാം വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ വാല്യൂസിനാണ് റിലേറ്റീവ് ഫ്രീക്വൻസി എന്നും ഈ രീതിയിലുള്ള ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്നും പറയുന്നത്. ഇവിടെ ഞാൻ ഓരോ വാല്യൂസും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. 0.15, അടുത്തത് 0.23, 0.22, 0.12, 0.07, 0.03, again 0.03, ഇവിടെ 0.03, 0.02. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് കാണാവുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്ത ടേമാണ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി. പെർസെൻറ്റേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100. അതായത് നമ്മൾ നേരത്തെ റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ട സെയിം ഫോർമുല അതിന്റെ കൂടെ ഇൻറ്റു 100 ചെയ്യുന്നു. ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ എഫ് ബൈ എൻ ഇൻറ്റു 100. എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി, എൻ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100. ക്വസ്റ്റ്യൻ വരാം. പെർസെൻറ്റേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കുക എന്നുള്ള രീതിയിലോ ക്വസ്റ്റ്യൻ വരാം. അപ്പം നമ്മൾ ഇതാവും ക്വസ്റ്റ്യന്റെ രൂപം. ഇത് ഡിസ്ക്രീറ്റ് ആണ്, ഗ്രൂപ്പ്. അത് ഏത് രീതിയിൽ വന്നാലും നമ്മൾ ഈ ഫസ്റ്റ് കോളം ഇവിടെ നമ്മൾ ബാധിക്കുന്നേ ഇല്ല. ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്രീക്വൻസി നോക്കുന്നു, ടോട്ടൽ ഫ്രീക്വൻസി നോക്കുന്നു, എന്നിട്ട് മൂന്നാമത്തെ കോളം തയ്യാറാക്കുന്നു. പെർസെൻറ്റേജ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫോർമുല അവിടെ തന്നെ ആയിരുന്നു, എഫ് ബൈ എൻ ഇൻറ്റു 100 എന്നായിരുന്നു. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഓരോ സെല്ലിലും നമ്മൾ പെർസെൻറ്റേജ് ഫ്രീക്വൻസി കാണുന്നു. ഇവിടെ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100 കൊടുക്കുമ്പോൾ 2/60 ഇൻറ്റു 100. ഈക്വൽ ടു എത്രയാണോ അത് എഴുതുന്നു. നെക്സ്റ്റ് 6/60 ഇൻറ്റു 100. 9/60 into 100. 14/60 into 100. ബോർഡിൽ ഒതുങ്ങാൻ വേണ്ടി കുറച്ചൊന്ന് ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. 13/60 into 100. ഇൻറ്റു എന്ന് എഴുതുമ്പോൾ ഡിനോമിനേറ്ററിലല്ല നമ്മൾ വരിക, ഇൻറ്റു 100 ന്യൂമറേറ്ററിൽ തന്നെയാണ്. പെർസെൻറ്റേജ് കാണുമ്പോൾ ഇൻറ്റു 100 ചെയ്യുന്ന രീതിയാണ്. 7/60 ഈ രീതിയിലാണ്. കുറച്ച് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു 100 ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4/60 ഇൻറ്റു 100. 2/60 ഇൻറ്റു 100. അതായത് റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/60 into 100. ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ. നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് ആണ്. സയന്റിഫിക് കാൽക്കുലേറ്റർ വേണമെന്നില്ല, നമുക്ക് സാധാ കാൽക്കുലേറ്റർ ആയാലും മതി. അത് വെച്ചിട്ട് ഓരോന്നിന്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ പെർസെൻറ്റേജ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് ആവുമ്പോൾ നമുക്ക് ഇവിടെ 100 എന്ന് കിട്ടും. ഈ ടോട്ടൽ പെർസെൻറ്റേജ് കാണുമ്പോൾ ഇവിടെ നമ്മളെല്ലാ ഫ്രീക്വൻസി കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിന്റെ എണ്ണം കിട്ടും എന്ന് പറയുന്നത് പോലെ പെർസെൻറ്റേജ് ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 100 കിട്ടും. ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ വരാം. കാരണം കാൽക്കുലേറ്ററിൽ നമ്മൾ ഒരു വലിയ ഡിജിറ്റ് ഒക്കെ ആകുമ്പോൾ പോയിന്റിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 2 സ്ഥാനത്തേക്കും 3 സ്ഥാനത്തേക്കൊക്കെ എടുക്കുമ്പോൾ 99 പോയിന്റ് വരാം. ചിലപ്പോൾ 100.01 അല്ലെങ്കിൽ 100.12 എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം. അത് നമ്മൾ പോയിന്റ് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുന്നതിന്റെ ഒരു ചെറിയ വേരിയേഷൻ ആണ്. എന്താണെങ്കിലും അത് ഏകദേശം 100-നോട് അടുത്തുള്ള സംഖ്യയായിട്ട് തന്നെയാണ് ആഡ് ചെയ്യുമ്പോൾ വരിക. ഈ രീതിയിൽ നമുക്ക് പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ പുതിയതായിട്ടുള്ള പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടേബിൾ, 2 തരത്തിലുള്ള ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാൻ പഠിച്ചു. പിന്നീട് ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്താണ് എന്ന് മനസ്സിലാക്കി. റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിളും
തയ്യാറാക്കാൻ പഠിച്ചു. അങ്ങനെ പുതിയതായിട്ട് 4 കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഇത് 4ന്റെയും നോട്ട് എഴുതുക, പ്രോബ്ലം ചെയ്ത് നോക്കുക.